സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെയൊക്കെ വീട്ടിൽ ചെടികൾക്കും പച്ചക്കറികൾക്കും നല്ല വളർച്ചയ്ക്കും അതേപോലെ പൂക്കളുണ്ടാവാനും കായ്കളുണ്ടാവാനും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഒരു ജൈവവളം നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും പൂക്കളും കായ്കളും ഉണ്ടാകാൻ സഹായിക്കുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം അതേപോലെ മറ്റു മൂലകങ്ങളും അടങ്ങിയ നല്ലൊരു ജൈവവളമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഈ ഒരു വളം തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കടലപ്പിണ്ണാക്കാണ്. ഇത് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മുടെ ചെടികളിലും പച്ചക്കറികളിലും വിളവ് കിട്ടാനായിട്ട് എത്രമാത്രം സഹായകരമാകും ഇതെല്ലാം ഈ വീഡിയോയിൽ പറയാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കടലപ്പിണ്ണാക്കാണ് ഇന്നത്തെ വളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് അടുത്തുള്ള പലചരക്ക് കടകളിലും അതേപോലെ വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിലുമൊക്കെ ഈ കടലപ്പിണ്ണാക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഇരട്ടി വിളവ് കിട്ടുന്ന രീതിയിൽ നമുക്കിത് വളമാക്കിയെടുക്കാം. ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവർ പ്രധാനമായും കൊടുക്കേണ്ട നല്ലൊരു വളമാണ് നമ്മുടെ കടലപ്പിണ്ണാക്ക് കൊണ്ടുണ്ടാക്കുന്ന ഈ ഒരു വളം. ഈ ഒരു വളം നമ്മുടെ എല്ലാ ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും കൂടുതൽ വിളവ് കിട്ടാനും നല്ല പച്ചപ്പോട് കൂടി നമ്മുടെ ചെടി വളർന്നു വരുവാനും ഒക്കെ വളരെ നല്ലതാണ്. നമ്മൾ കടലപ്പിണ്ണാക്ക് വാങ്ങിക്കുമ്പോൾ പൂപ്പലൊന്നും ഇല്ലാത്ത നല്ല കടലപ്പിണ്ണാക്ക് തന്നെ നോക്കി വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളവും എടുത്തിട്ടുണ്ട്, അതുപോലെ ശർക്കരയും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ ചെടികൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടി നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ കഞ്ഞിവെള്ളത്തിലോട്ട് 2 പിടി കടലപ്പിണ്ണാക്കിട്ട് പുളിപ്പിക്കാൻ വെക്കണം. അതിൻ്റെ കൂടെ 50 ഗ്രാം ശർക്കരയും പൊടിച്ച് 4-5 ദിവസം ഇത് പുളിപ്പിക്കാൻ വെക്കണം. എന്നിട്ട് നമുക്ക് ചെടികൾക്ക് ഇത് ഉപയോഗിക്കാം. അങ്ങനെ 5 ദിവസം കഴിഞ്ഞതാട്ടത് നല്ല പോലെ പുളിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇത് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ നേരിട്ട് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കരുത്. ഇതിലോട്ട് 5-6 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവൂ. നമ്മൾ 1 കപ്പ് എടുക്കുകയാണെങ്കിൽ അതിലോട്ട് 5 കപ്പ് വെള്ളം കൂടെ ചേർക്കണം. എന്നിട്ട് എല്ലാ ചെടികൾക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എല്ലാ പൂച്ചെടികൾക്കായാലും പച്ചക്കറി ചെടികൾക്കായാലും ഇത് വളരെ നല്ലതാണ്. ആഴ്ചയിൽ 1 ദിവസം ഞാനിത് എല്ലാ ചെടികൾക്കും കൊടുക്കാറുണ്ട്. നല്ല റിസൾട്ടാണ് കേട്ടോ ഇതുകൊണ്ട് കിട്ടുന്നത്. അപ്പോൾ ഈ കഞ്ഞിവെള്ളവും നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് നല്ല രീതിയിൽ സഹായിക്കും. കൂടാതെ ഒരു കീടനാശിനിയായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കഞ്ഞിവെള്ളം. ഈ കടലപ്പിണ്ണാക്കും കഞ്ഞിവെള്ളവും ചേർത്ത് അതിനോടൊപ്പം കുറച്ച് ശർക്കരയും ചേർത്ത് ഈ വളം തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ റിസൾട്ട് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ വളർച്ചയുണ്ടാകും. ഒരു 10 ദിവസം കൊണ്ട് നമ്മുടെ ചെടികളുടെ വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ശർക്കര ചെടികളിൽ ഉപയോഗിക്കുന്നത് കൂടുതൽ പൂക്കളുണ്ടാവാനും കായ്കളുണ്ടാവാനും സഹായിക്കും. അതേപോലെ തന്നെ ഈ വളത്തിൻ്റെ ഗുണമേന്മ വർദ്ധിക്കുകയും ചെയ്യും. ശർക്കര ചേർത്ത് കൊടുത്താൽ ഒട്ടും തന്നെ ദുർഗന്ധമുണ്ടാവില്ല. അതുപോലെ നമ്മുടെ ചീര പോലുള്ള ചെടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ. ചീരയൊക്കെ നല്ല രീതിയിൽ തന്നെ തഴച്ച് വളർന്നു വരും. ചെറിയ ചെറിയ തൈകളാവുമ്പോൾ തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളമാണിത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാ ആഴ്ചയിലും 1 ദിവസം ഈ ഒരു ജൈവ സ്ലറി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടിയൊക്കെ തഴച്ച് വളർന്ന് നല്ല പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുന്നതാണ്. നല്ല വലുപ്പമുള്ള കായ്കൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല പച്ചപ്പും കിട്ടും. നമ്മൾ ഏതൊരു വളം കൊടുക്കുമ്പോഴും ഇതുപോലെ ലിക്വിഡായി കൊടുത്താൽ അത് ചെടികളുടെ വേര് പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചെയ്യും. ഇതുപോലെ ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്കിത് കൊടുത്തു തുടങ്ങാം. നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ വളങ്ങളൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ചെറുതായിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ വളരെ നല്ലതാണ്.
പെട്ടെന്ന് തന്നെ നല്ല വായുസഞ്ചാരം കിട്ടാനൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ മണ്ണ് ഇളക്കി കൊടുത്ത് ഇതുപോലെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല കരുത്തോടു കൂടി നമ്മുടെ ചെടിയൊക്കെ വളർന്നു വരും. വെണ്ടയ്ക്ക്, മുളകിന്, തക്കാളിക്ക്, വഴുതനക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ. കോളിഫ്ലവറിനൊക്കെ ഇത് ആഴ്ചയിൽ ഒരു തവണ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ കോളിഫ്ലവർ ചെടിയൊക്കെ നല്ല കരുത്തോടെ തന്നെ വളർന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ വളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ പുതയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കരിയില കൊണ്ടൊക്കെ ഇതുപോലെ പുതയിട്ട് കൊടുത്താൽ കളകളൊന്നും നിറയില്ല. നല്ല ഈർപ്പവും നല്ല തണുപ്പും നമ്മുടെ ചെടികൾക്ക് കിട്ടും. അപ്പോൾ ഉടഞ്ഞ കരിയിലൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ അതൊക്കെ എപ്പോഴും കളക്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ചെടികൾക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഗ്രോ ബാഗ് നിറക്കാനും നമുക്ക് ഈ കരിയില ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഞാൻ ചെയ്തു കൊടുക്കുന്ന ആഴ്ചയിൽ ഒരു ദിവസം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കും. 5 ml വേപ്പെണ്ണ എടുക്കും. അതിലോട്ട് 1 ലിറ്റർ വെള്ളത്തിലോട്ട് മിക്സാക്കിയതിന് ശേഷം നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലയുടെ അടിയിലും മുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ രക്ഷിച്ചെടുക്കുക. ഓരോ 10 ദിവസം കൂടുമ്പോഴും സ്യൂഡോമോണസ് ലായനിയും തളിച്ചു കൊടുത്ത് മാറി മാറി ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടികളിൽ നിന്നൊക്കെ നമുക്ക് വിളവ് കിട്ടുന്നതാണ്. സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചെടികളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ചെടികൾക്കും നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ വാട്ടരോഗത്തിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ കീടങ്ങൾ വരാനായിട്ട് നിൽക്കരുത്. നമ്മൾ എപ്പോഴും നമ്മുടെ നിരീക്ഷണമാണ് വേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ തളിച്ച് കൊടുക്കുക. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള തക്കാളി, മുളക്, വഴുതന, വെണ്ട എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വിളയിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കുറച്ച് ഇഷ്ടപ്പെടുന്ന നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.